എന്നാൽ ഇന്നത്തെ കാലത്തൊക്കെ ഭൂതപ്രേത കഥയൊക്കെ ഹിറ്റാവണമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ അവസ്ഥ എന്താണ്? അതായത് മോക്ഷം കിട്ടാത്ത ആത്മാക്കള് അലഞ്ഞു തിരിയുന്നതാണല്ലോ. ആരോ ബെല്ലടിക്കുന്നുണ്ട്, തുറക്കാം. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് കരിമ്പനയുടെ മുകളിലും എവിടെയൊക്കെ ആയിരിക്കും, ലൈറ്റില്ലല്ലോ. ആരും ബെല്ലടിക്കണ്ടല്ലോ, നോക്കിയിട്ട് വരാം. എന്താ ആരും ഇല്ലല്ലോ അവിടെ. അതല്ലേ ഞാൻ പറഞ്ഞത്, ആവശ്യമില്ല, പോയി നോക്കണ്ടെന്ന്. അപ്പം നമ്മളെ സബ്ജക്റ്റ് പറയാം. അതായത് ബെല്ലടിച്ചല്ലോ, അത് വിട്ടേക്ക്. അതായത് എന്നാലും ഒന്ന് നോക്കിയിട്ട് വരാം. ആരും അത്യാവശ്യക്കാരായിരിക്കും, ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. ആളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്താ ചെയ്യാ. എന്നാലും ഇവിടെ ബെല്ലടിച്ചിട്ട് ആരും കാണില്ലല്ലോ. അല്ല മനുഷ്യ, ഞാൻ പറഞ്ഞത് പോയി നോക്കണ്ട, ഇവിടെ ഇരിക്കുന്നു. ബെല്ലടിക്കുന്നുണ്ട്, ആരും കാണുന്നുമില്ല. ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, പാലമരത്തിലും കൊടപ്പനേൻ്റെ മുകളിലും മാത്രമൊന്നല്ല യക്ഷി, ഫ്ലാറ്റിലും വരാം. അപ്പോൾ ഫ്ലാറ്റിൽ പ്രേതം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? പ്രേതങ്ങളിൽ പല വകുപ്പും ഉണ്ട്. അതിൽ ചെറിയ കുട്ടിപ്രേതങ്ങളുണ്ട്, അറിയോ, കുട്ടിച്ചാത്തന്മാർ. ആ ഒരു വകഭേദമാണ് ഇവിടെ ഉള്ളത്. ഇനിയൊന്ന് പോയി നോക്കും. ഞാനോ? പോയി നോക്ക്, തുറന്നു നോക്ക്. ഞാൻ തന്നെ. അയാൾ തുടക്കത്തിലല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാന്ന്. എന്നാലും ഒന്ന് പോയി. ഞാൻ ഒറ്റയ്ക്ക്. ഇനി നിന്റെ ചെരുപ്പ് എവിടെ ഉണ്ടോ നോക്ക്. അയ്യോ, എന്റെ ചെരുപ്പ് കാണുന്നില്ല. അപ്പൊ എന്റെ ചെരുപ്പ് ഇനി അത് കിട്ടണമെങ്കിൽ 17ാമത്തെ നിലയിൽ പോകും. അയ്യോ, അതാണ് കുട്ടിച്ചാത്തൻ്റെ കളി. ഇവന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ വരെ വെച്ച് നോക്കി, പൊട്ടി പോലും കിട്ടിയില്ല. ഇതൊന്ന് മാറ്റി കാളെ പേടിപ്പിക്കാനായിട്ട്.